ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ അമ്മാമ്മേൻ്റെ വീട്ടിലാണ് ഗായ്സ് വന്നിരിക്കുന്നത്. അപ്പം അമ്മാമ്മേൻ്റെ വീട്ടിലെ കുറച്ച് ഗാർഡൻ ഐറ്റംസാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത്. അപ്പം കുറച്ചേ ഉള്ളൂ ഗായ്സ്. ഇത് വെള്ളപ്പൂ പിടിക്കുന്ന ഒരു മരമാണ്, എൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ ഗായ്സ്. പിന്നെ അതാ കുറേ ടൈപ്പ് തെറ്റിയുണ്ട്. അതിലിത് നമ്മളെ വീട്ടിലൊക്കെ ഉള്ള സാധാ തെറ്റിയാണ് ഗായ്സ്. കണ്ടോ, ചുമപ്പാണ്. ഇത് ഡാർക്ക് പിങ്ക് കളർ തെറ്റിയാണ് ഗായ്സ്. പിന്നെ ഉള്ളത് ഇതോ ലൈറ്റ് പിങ്ക് കളർ തെറ്റിയാണ് ഗായ്സ്. യെല്ലോ തെറ്റി ഇവിടെ ഉണ്ടായിരുന്നു, എവിടെയാണ് എന്തോ ഗായ്സ്, അതൊക്കെ പോയി കാണും. പിന്നെ ഇതാ ഒരു അലോവേര ഫാം പോലത്തെ എന്താ കുറേ അലോവേര ഉണ്ട്. ഇത് പിന്നെ നമ്മളെ ശിവനൊക്കെ ഇട്ട് കൊടുക്കത്തില്ലേ, ഈ 3 ഇലയുള്ള, അതിൻ്റെ പേര് ഞാൻ മറന്നു ഗായ്സ്. അതാണ് ഗായ്സ്. അങ്ങനെ ഞാൻ നടന്നു വരുന്ന വഴിക്കാണ് ഈ ജമന്തിൻ്റെ നടപ്പാതന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും. 2 ജമന്തി പൂത്തിയിട്ടുണ്ട് ഗായ്സ്. പിന്നെ അതൊക്കെ ഡെക്കറേഷൻ എന്തിനൊക്കെയോ ഇതാണ്. പിന്നെ അതാ വീണ്ടും ജമന്തി കൂട്ടം. പിന്നെ ഒരു തെങ്ങ് നിറയെ മറ്റേ സാധനം ഉണ്ടല്ലോ ഗായ്സ്, വെറ്റയാണ് ഗായ്സ്. പിന്നെ കുറേ ജമന്തി. പിന്നെ ഇതാ പർപ്പിൾ കളർ തെറ്റി ഗായ്സ്. അപ്പോൾ ഇത് പർപ്പിൾ കളർ തെറ്റിയാണ് ഗായ്സ്. പിന്നെ ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ അയച്ചു തരാം. ഓണക്കാലത്ത് ഇത് പൂത്തുലഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾ കാണാം ഗായ്സ്. ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ പോസ്റ്റ് ചെയ്തോളാം ഗായ്സ്. അപ്പോൾ സമയം 6 മണി ആവാറായി ഗായ്സ്. ഞാൻ എൻ്റെ അമ്മാമ്മേൻ്റെ വീട്ടിൽ വന്നിട്ട് 1 മണിക്കൂർ ആയില്ല. ഇനി 7 മണിക്ക് നമ്മൾ തിരിച്ചു പോകും ഗായ്സ്. ഇതൊക്കെ ഓരോ പ്ലാന്റാണ്, എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം പോയി ഗായ്സ്. അങ്ങനെ ഈ ഒരു ചെടീൻ്റെ പേര് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. എനിക്ക് 3 ചെടീൻ്റെ പേര് അറിയത്തില്ല. ഇത് നമ്പർ 1 ആണ്. ഇതാണ് പിങ്ക് തെറ്റി ഗായ്സ്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പയ്യെ നടക്കുകയാണ് ഗായ്സ്. ഇവിടെ എത്തിയപ്പോൾ എന്താ ഓർക്കിഡിൻ്റെ ചെടിയാണ് ഗായ്സ്. ഹായ്, വെള്ള ചുവന്നാറിപ്പൂ കിട്ടി ഗായ്സ്. ഇത് പർപ്പിള്. അങ്ങനെ ഓർക്കിഡിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഒന്നും ഇല്ല ഗായ്സ്. അപ്പോൾ ഇത് തുളസിയാണ് ഗായ്സ്, അറിയാമല്ലോ. അപ്പം ഇതിൻ്റെ പേരറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. ഇതാണ് നമ്പർ 2. അപ്പോൾ ഇത് വീണ്ടും ഒരു ജമന്തിയാണ് ഗൈസ്, അതൊക്കെ പിടിച്ച്. അങ്ങനെ ഹായ് ഗൈസ്. അപ്പം നമ്മളിതാ നമ്മളതിൽ ഒരു വെള്ള ഓർക്കിഡ് നമ്മളെ ശ്രദ്ധയപ്പെട്ടു ഗൈസ്. അങ്ങനെ ഇത് ആമ്പൽക്കുളമാണ് ഗൈസ്. അതിനകത്ത് തവളയുള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോയിട്ടില്ല. ഇത് 2ാമത്തെയാണ്, അതിനകത്തും ആമ്പലുണ്ട്. എല്ലാ ദിവസവും ആമ്പൽ പിടിക്കാറുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം ഞാൻ എൻ്റെ അഡ്രസ്സ് പറയാം ഗൈസ്. അപ്പോൾ അത് ഒരു ഓറഞ്ച് തെറ്റിയാണ് ഗൈസ്. ഓറഞ്ച് കളർ, അതിനകത്ത് തവളയുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അകത്തൂടെ ഇവിടെ ഉണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ക്രാ വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് ഒന്ന് പറഞ്ഞാണ് ഗൈസ്. ഇതാണ് നമ്പർ 3 ഗൈസ്. അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്തൂടെ പോയി ഇറങ്ങി. അപ്പോൾ ഇത് നല്ല മണമാണ് ഗൈസ് ഇത് പൂക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ പേര് നമ്പർ 5. അതും എനിക്കറിയത്തില്ല ഗൈസ്. ഇതെന്തായാലും പൂവാണ് ഗൈസ്. അപ്പം ഇതാണ് ആ പൂ. എന്താ അറിയാവുന്നവർ നമ്പർ 5 പേരും കൂടെ ഇട്ടേക്കണേ. പിന്നെ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ കാണുന്ന ടൈപ്പ് പൂവാണ് ഗായ്സ്. ഇത് ഇതിൻ്റെ പേരെന്തിനാണ് ഞാൻ മറന്നു ഗായ്സ്. പിന്നെ ഓർക്കിഡ് ഉണ്ട് ഗായ്സ്. ഇതേപോലെ കുറേ ഉണ്ടായിരുന്നു. സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും ഇല്ലാത്തത് ഗായ്സ്. പിന്നെ വീണ്ടും നമ്മൾ സ്നേക്ക് പ്ലാന്റൊക്കെ ഉണ്ട് ഗായ്സ്. പിന്നെ മണി ട്രീ. അപ്പം ഞാനൊരു മണി ട്രീ കാണിച്ചു തരാം ഗായ്സ്. ഇത് കണ്ടു, ആ ഒരു മാവ് നിറയെ മണി ട്രീ ആണ് ഗായ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗായ്സ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണം ഗായ്സ്, മറക്കരുതേ. അപ്പോൾ നമുക്ക് ബൈ ബൈ പറയാം ഗായ്സ്. അപ്പം ബൈ ബൈ എന്ന് നമ്പർ ഷാറ്റ. അപ്പോൾ ബൈ ബൈ ഗായ്സ്.